നീ ഗൾഫിലേക്ക് പോകുന്നവരെ പിന്നെ ഇവിടുന്ന് വിട്ട് നിൽക്കുക എന്തെങ്കിലും ചെയ്തിനോ വീട്ടിൽ നിന്ന്? പിന്നെ അങ്ങനെ നീ അങ്ങനെ എവിടെയെങ്കിലും നിൽക്കാൻ പോയില്ലെങ്കിൽ പിന്നെ ഉറപ്പായിട്ട് നിൻ്റെ ഉമ്മച്ചി വിളിച്ചിട്ടുണ്ടാവും, സുഖു അങ്ങോട്ട് പോയിട്ടുണ്ടാവും. നമ്മളോട് ഇവിടെ പല കാരണങ്ങൾ പറയും. ഓരോർക്ക് കല്യാണം തലേന്നല്ലാന്നെങ്കിൽ ഇവിടെ ലേറ്റ് ആയിട്ടാണ് വരിക. ഇനി ഞാനെല്ലാം നിർത്തി കൊടുക്കും. നിർത്തി കൊടുക്കും എന്ന് പറഞ്ഞാൽ കിടപ്പിലാക്കും ഞാൻ. അത്രയ്ക്ക് എനിക്ക് ദേഷ്യമുണ്ട്. മണീൻ്റെ വീട്ടുകാരെയും അങ്ങനെ തന്നെ. പ്രമിതേൻ്റെ കെട്ടിയവൻ്റെ നമ്പറിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പരതേന്. ഒരു രക്ഷയില്ല. ആ ഓൻ ഇന്നലെ അവിടെ വന്നിന്. എന്നിട്ട് ഞാൻ അതിലേ പോകുമ്പോൾ ജസ്റ്റ് വർത്താനം പറഞ്ഞാൽ പ്രമിത വാ നിങ്ങൾക്ക് ചോറ് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് അയാളെ വിളിക്കുക. നമ്മളെന്താ ഓനെ കയറി പിടിക്കാൻ പോകുന്നുണ്ടോ? ഞാൻ ഇത്ര കാലം നല്ല പെണ്ണായിട്ടാണ് ജീവിച്ചത്. ഞാൻ എൻ്റെ 2 പെൺമക്കളോട് ഞാൻ പറഞ്ഞു വേറെ ആരും നിങ്ങൾ കണ്ടുപിടിക്കണ്ട, എന്നെ കണ്ടുപിടിച്ചോന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനത്തെ മൂഞ്ചൻ ഭർത്താവായി പോയോണ്ടാണ് എനിക്ക് ഇത്രയും അപകടം വന്നത്. എൻ്റെ അനിയനും എൻ്റെ വീട്ടിലെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ട് നായൻ്റെ മോനെ ചപ്പ വിളിക്കും.